ഇതെന്താ കൊണ്ടു നിൽക്കണത്? മോര് മോരുണ്ടോ? മോര് വെക്കണ്ടോ? ആ മോര് വെക്കോ? അതവിടെ വീട്ടിൽ പാല് വാങ്ങിയിട്ടുണ്ട്, അതിലേശം ബാക്കി ഉണ്ടാവുക. അപ്പം അത് മോരാക്കിയിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ കുപ്പി ഉണ്ടാവുക. ഓ ഓ അത് ശരി, നല്ല ഒറിജിനൽ മോര്. എഴുന്നോളി. അപ്പം നമ്മൾ കടയിൽ വന്ന് വിനോട്ടിനോട് സംസാരിക്കുമ്പോഴാണ് യാദൃശ്യമായിട്ട് ഗോവിന്ദേട്ടനെ കണ്ടു. ഗോവിന്ദേട്ടനാണ് ഇത് തുടങ്ങിയത് അല്ലേ? എത്ര വർഷം മുമ്പ്? ഞാനൊരു 55 കൊല്ലം ഇവിടെ ചായക്കച്ചവടം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കൊറോണ കാലം വന്നപ്പോൾ പോലീസുകാരൊക്കെ പറഞ്ഞു വയസ്സായവരൊന്നും പുറത്തിറങ്ങി കച്ചവടം ചെയ്യാൻ പാടില്ല, ഇവിടെ കച്ചവടം ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ ഏൽപ്പിച്ചത്. അപ്പോൾ ബാറ്റൻ കൈമാറി മകനക്ക്. അതെ, മകന് അത് കൈമാറി കൊടുക്കുകയെല്ലാം പക്ഷെ ഉഷാറായിട്ട് നടത്തുന്നുണ്ട്. അൽഹംദുലില്ലാ. അല്ലേ? അപ്പൊ ചില കാഴ്ചകൾ കണ്ടാലേ ഒരു ഉറക്കം ഉണ്ടാവില്ല അവിടെ എത്തിപ്പെടാതെ. അപ്പൊ നമ്മൾ ഈ കടന്റെ ഒരു വീഡിയോ കണ്ടിട്ട് സമാധാനമില്ലാതെ ഇവിടെ എത്തിയത്. എത്തി നോക്കുമ്പോ എന്താ പറയുക മക്കളെ, ഇവിടെ ഒരു 1-2 സംഭവങ്ങളുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാതെ ഒരു സ്വസ്ഥതയില്ല. കാണാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ദോശയല്ലേ തുടങ്ങി നിങ്ങൾ? അന്ന് ദോശ, പഴംപൊരി, വട ഒക്കെ ഉണ്ടായിരുന്നു. നെയ്യപ്പം, അന്ന് കലത്തപ്പൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അങ്ങനെ. അപ്പോൾ അന്ന് സഹായിക്കാൻ ആരെങ്കിലും വരുമോ? അല്ല, എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. അപ്പം അന്ന് അരിയൊക്കെ ആട്ടുമായിരുന്നു, ഗ്രൈൻഡറൊന്നും ഉണ്ടാവില്ല. അരിയൊക്കെ ആട്ടുക, നമ്മളെ കിണറുണ്ടായിരുന്നില്ല, വെള്ളമൊക്കെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ കൊണ്ടുവരണം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ സൗകര്യങ്ങളൊക്കെ ആയി. ഇന്നിപ്പോൾ ഗ്രൈൻഡറൊക്കെ ഉണ്ട്, അരിയൊക്കെ ആട്ടാനൊക്കെ. അങ്ങനെ പോകുന്നു. എത്ര പൈസയായിരുന്നു ദോശയ്ക്ക് അന്ന് തുടങ്ങുമ്പോൾ? അന്ന് 2 ഒരെണ്ണ ചായക്കും ഒരെണ്ണ ദോശയ്ക്കും. അങ്ങനെ 2 ആയിരുന്നു. ഇപ്പോഴും ആൾക്കാർ രാവിലെ നേരത്തെ ഒരു 10-15 ആള് സ്ഥിരമായിട്ട് വന്നിരുന്നു ചായക്ക്. ഞാനും നേരത്തെ നേരിട്ട് വരും. ഇപ്പൊ ഇവനും 4 മണിക്ക് നേരിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ ആൾക്കാരൊക്കെ ഇപ്പോഴും സ്ഥിരമായിട്ട് ഉണ്ട്. അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ ധാരാളം വരുന്നുണ്ട്. പഴയ അറ്റ്മോസ്ഫിയർ ഇപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. എത്ര കാലം ഉണ്ടാവും അതൊന്നും പറയാൻ പറ്റില്ല. ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് കയറുമ്പോ തന്നെ ആ ഫീല് നമുക്ക് കിട്ടും. പലക നിരപ്പലകയും ഓടും സെറ്റപ്പും കരിയടുപ്പും പിറകിലുള്ള ദോശ കൂടുതലും ഒക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ പട്ടപ്പേരൊക്കെ ആയിരുന്നു. ഞാനായിട്ടാണ് ഇങ്ങനെ ഒക്കെ നേരെയാക്കിയത്. 4 മക്കളുണ്ട്. അവർക്ക് 3 ആൾക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട്. ഒരാൾ ടീച്ചറാണ്, ഒരാൾ ഇലക്ട്രിസിറ്റി ഓഫീസിലുണ്ട്, ഒരാൾ മറ്റേ പട്ടാളായിരുന്നു. ക്യാപ്റ്റനായിട്ട് പിരിഞ്ഞ് 28 കൊല്ലം കഴിഞ്ഞ് പിരിഞ്ഞു വന്നു. ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്, PT പഠിപ്പിക്കാൻ മിലിറ്ററി. നമ്മളെ കൂടെ തന്നെ കൂടി. നമ്മുടെ കൂടി വിനോട്ടിനും മക്കളത് 2 പെൺകുട്ടികളാണ് വിനോട്ടിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഓന് വേറെ പേരുണ്ട്, മറ്റോന് വേറെ പേരുണ്ട്. എനിക്ക് തറവാട് അവിടെ, ഞാനും ഭാര്യയും തറവാട്ടിലുണ്ട്. അങ്ങനെ ഗോവിന്ദേട്ടൻ നല്ല ഹാപ്പിയാണ്. നല്ല രാവിലെ റെഡിയായി മോരൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. 2 ദോശ കഴിച്ചാൽ നമുക്ക് ഞാൻ ഇപ്പൊ 3 ദോശയും ചായയും കുടിച്ചിട്ട് എവിടുന്ന്? വീട്ടിൽ നിന്ന്. നമ്മളോട് കമ്പനിക്ക് ഒരു ദോശ കഴിക്കാം. വേണ്ട, എന്താ പറ്റില്ല. ചായ കുടിക്കാം. ഒരു ചായ ഒന്ന് ഞാൻ ചായ ഇനി ഉച്ചയായിട്ട് 3 മണിക്കാണ് കുടിക്കും. അതാണ് ആ ഒരു സിസ്റ്റം ആയിട്ട് പോവുകയാണ് അല്ലേ? അതാണ് ആരോഗ്യത്തിന്റെ രഹസ്യം. എന്നാലും നമ്മൾ 2 ദോശ കഴിക്കട്ടെ. ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ നിങ്ങളെ കണ്ടതിൽ ഭയങ്കര ഒന്നുകൂടി ഹാപ്പിയായി. ഓക്കെ. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കരിയടുപ്പാണ്. ഇത് അന്നും ഇന്നും അതെങ്ങനെ നിലനിർത്തണം നിങ്ങള് മെയിൻറ്റെയിൻ ചെയ്യണ? ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാൻ ആളില്ല. ഇല്ല, ഇത് ഇനി കേടെന്നാ കഴിഞ്ഞു. അതെ. അത് തീർന്നു പറഞ്ഞാല് ആളെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്, കിട്ടിയില്ല. എന്റെ പൊന്നത് അവിടെ ഇരിക്കുന്നു കേടുന്നിട്ട്. ഇത് എന്തെങ്കിലും പണി വന്നാ ശരിയാക്കാൻ പറ്റില്ല അല്ലേ? ശരിയാക്കാൻ പറ്റിയ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ പെരിന്തൽമണ്ണയിലൊന്നും ഇല്ല. ഇപ്പൊ ആരോ പറയുന്നത് പട്ടാമ്പിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ചെമ്പുകൾ അതിന് കമ്മിയല്ലേ. ഈ ചായയില് രുചിയിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് നാടൻ സാധാ ഒരു ആദ്യത്തെ മറ്റേ ഗ്യാസിന്റെ കാട്ടിലും മാറ്റം ഉണ്ടാവും എന്ന് പറയണു. കുടിച്ച ആൾക്കാർ പറയണു അല്ലേ? അത്രേ. പിന്നെ വെള്ളം കിണർ വെള്ളം അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. മറ്റൊരു പൈപ്പ് വെള്ളമല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ്. എന്റെ പേര് ഹംസ. ദോശ കഴിച്ചു. അടിപൊളിയാ. ഞാൻ ഡെയിലി വളപ്പിന്ന് വരുമ്പോ ഇവിടെ നിന്ന് കയറിയിട്ടേ പോവുള്ളൂ. അവന് വീട് പണിയാണ്. അപ്പൊ ഇതാ പിന്നെ വീട് പണിയാ. നമ്മളെപ്പോഴും ചായ കുടിക്കണം. കുടിക്കാതിരിക്കാൻ പറ്റൂല. പൊന്താനുള്ള പൈസ ഉണ്ടാക്കണ്ടേ. നമ്മള് ചായ കുടിച്ചിട്ട് വേണ്ടല്ലേ? ഓൻ പറയും ഞങ്ങള് ചായ നിങ്ങൾക്ക് ചായ തന്നിട്ടില്ല, പൈസ അല്ല വീട് പണിയെടുക്കണ്ടേന്ന്. വേറെ പൈസ ഓൻ പറയുന്നത്.
സത്യം അതല്ല. പക്ഷെ എന്നാലും ഈ ചായയും ഈ ദോശയും ഇതൊക്കെ വെച്ച് മൂപ്പര് ഇതൊക്കെ ചെയ്യണ്ടല്ലോ അല്ലേ? നാലരക്ക് എന്തായാലും തുറക്കും. എന്തായാലും അപ്പൊ കുറച്ച് ആൾക്കാരുണ്ടാവും. ഈ പിന്നെ കുറച്ച് 40 നീച്ച് വരുന്നവരുണ്ടാവും. അത് ചെറിയ കൂലിക്കായൊക്കെ എന്തായാലും കിട്ടും. സുബീസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സുബീസ്കാരം കഴിഞ്ഞ വളപ്പിലൊന്ന് പോകും. ഇവിടെ അടുത്തന്നെ വളപ്പ്. അവിടുന്ന് ഇങ്ങനെ വന്ന് മിക്കവാറും ഇവിടെ നിന്ന് ഒരു ചായനടി ദോശ നിന്നിട്ടേ പോകുള്ളൂ. അപ്പം നല്ല നാടൻ ദോശ വന്നു. ഇവിടെ ഇത് തരുന്നൊരു രീതിയുണ്ട്. ആദ്യം ഒരു ദോശ ചട്നി, പിന്നെ ദോശ ചട്നി, അങ്ങനെയാണ് കുതിർന്നു ആവി വറക്കുന്നത്. എത്ര പൈസ ദോശക്ക്? ദോശക്ക് എത്ര പൈസ പോന്നിട്ടാ? 10 രൂപ കേട്ടോ ദോശ. ചട്നി സംഗതി ചട്നി വേണം. ഞങ്ങൾ ചട്നി ഇത് കുറച്ച് വെള്ളം പോലെയാണെങ്കിൽ അതിൻ്റെ ഒരു രുചി ഉണ്ടല്ലോ, ഒരു അസാധ്യം ആണ്. അതങ്ങനെ കുതിർത്തിയിട്ട് ഇങ്ങനെ കഴിക്കും. ഒരു 5-6 ദോശയൊക്കെ കഴിക്കട്ടോ. അല്ല ദോശ ചായ നമ്മളിത് കഴിച്ചതിൻ്റെ നെയ്യപ്പത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നെയ്യപ്പം കൂടി കഴിച്ചിട്ട് അവിടെ നിന്ന് പോകും. നല്ല ചായ. ഹംസൊക്കെ പറഞ്ഞ പോലെ കിണറിലെ വെള്ളത്തിലെ ചായ, നാടൻ പാല്, കരി വേറെ ലെവല്, എല്ലാം കൂടി സെറ്റ്. കാത്തിരുന്നിട്ട് കഴിക്കുമ്പോൾ ഒരു സുഖം വേറെ. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു നെയ്യപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ചില സ്ഥലത്തെ തലേ ദിവസത്തെ ബീഫ് പറഞ്ഞ പോലെ ഇത് തലേ ദിവസത്തെ നെയ്യപ്പാണ്. അതിന് പ്രത്യേകം ഇത് ഇന്നത്തെ. അപ്പൊ നമുക്ക് തലേ ദിവസത്തും തുടങ്ങാം. ഇനി നമ്മളെ ചൂട് അത്യാവശ്യം ചൂടുണ്ട്, കാരണം ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളു. എനിക്ക് ചൂടാണ് ഒന്നും കൂടി ഇഷ്ടം, കാരണം ആ ക്രിസ്പിനെസ് ഉണ്ട്. തണുത്തു നാച്ചുറൽ നെയ്യപ്പം. തേങ്ങാക്കൊത്തും കാര്യങ്ങളൊന്നുമില്ല, കാരണം വെച്ചാൽ തേങ്ങാക്കൊത്തിട്ട പിറ്റേ ദിവസത്തേക്ക് അതിലൊരു ടേസ്റ്റ് വ്യത്യാസം വരുന്നതുകൊണ്ട് മാവും മധുരവും ഒക്കെ മാത്രം. ചൂട് നെയ്യപ്പം, ചൂട് ചായയും, തണുത്ത മഴയും. ഓക്കെ സെറ്റ്. പഴയ തലമുറയുണ്ട്, പുതിയ തലമുറയുണ്ട്. നീയല്ലേ പഴയ തലമുറ, നേരത്തെ വന്നവര്, ടെൻഷനാവണ്ട. ശരി, പഴയ തലമുറയുണ്ട്, പുതിയ തലമുറയുണ്ട്. അതിന്റെ പരാതി തീർന്നില്ലേ? ഓക്കെ. അപ്പോ നമുക്ക് ആ ക്ലീശ ഡയലോഗ് അടിക്കാം. എന്ത്? മനസ്സും വയറും നിറഞ്ഞു. വിനോദിന്റെ കട. ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താ. വിനോദിന്റെ കട വരുന്നത് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയില് ചെറുപ്പശ്ശേരി റോഡിന് ഒലിങ്കര കഴിഞ്ഞാൽ എരയിമംഗലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നിയർ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഹെൽത്ത് സെന്ററിന്റെ സൈഡിലായിട്ട് തന്നെ. പഠിച്ചിട്ട് വന്നിരിക്കുകയാണ് ലൊക്കേഷൻ പറയാൻ. നമ്മളെ നാടല്ലേ. ഓക്കെ ഓക്കെ, തീർക്കട്ടെ. പാർസലാക്കിയാലോ? പാർസലാക്കാം. എന്നാ പൊട്ടിച്ച് കഴിക്കും. ഓക്കെ. അനുസ്ബൈ കഴിക്കും.